ജെന്റിൽമെൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ ആണ്. ഇതിന്റെ ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാമത്തെ ക്ലാസ് കാണുക. കാരണം ആദ്യ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ഫോർമുലാസ് ഇന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 6 ഫോർമുല. വളരെ സിമ്പിൾ ആണ്, 3 പഠിച്ചാൽ മതി, 3 ഫ്രീ ആണ്. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. എങ്കിൽ സൈൻ എ മൈനസ് ബി, അതേ ഫോർമുല പ്ലസ് വന്നെടുത്ത് എന്ത് കൊടുത്താൽ മതി, മൈനസ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഈ ഫോർമുല പഠിച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ്, കോസ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഓർമ്മിക്കോ, കോസ് എ പ്ലസ് ബി വരുമ്പോൾ സെന്ററിൽ മൈനസ്. അപ്പൊ അടുത്തത് നിങ്ങൾ പറയും കോസ് എ മൈനസ് ബി ഈക്വൽ ടു എന്തായിരിക്കും, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഓർമ്മിക്കുക. നെക്സ്റ്റ്, അനദർ വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്, tan a plus b is equal to tan a plus tan b divided by 1 minus tan a into tan b. Tan a plus b എന്താണ് ഫോർമുല, tan a plus tan b by 1 minus tan a into tan b. അപ്പോൾ tan a minus b വന്നാൽ എന്തായിരിക്കും ഫോർമുല, tan a minus tan b by 1 plus tan a into tan b. ചുരുക്കി പറഞ്ഞാൽ ഈ ഫോർമുല പഠിച്ചാൽ ആ ഫോർമുല നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഇത്രയും ഫോർമുല നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. സൈൻ 75ന്റെ വാല്യൂ കണ്ടെത്തണം. നമുക്ക് എന്തിന്റെയൊക്കെ വാല്യൂ അറിയാം, സൈൻ 30 അറിയാം, 60 അറിയാം, 90 അറിയാം, 45 കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിയാം. അപ്പൊ ഈ 75നെ നമുക്ക് അറിയാവുന്ന വാല്യൂസിന്റെ സമ്മോ ഡിഫറൻസോ ആക്കി എഴുതാൻ പറ്റുമോ നോക്കുക. നിങ്ങൾക്കറിയാം 30 പ്ലസ് 45 എന്ന് പറഞ്ഞാൽ എന്താണ്, 75. അപ്പോൾ 75ന്റെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം, 30 പ്ലസ് 45. 30യും 45 എന്താണ്, ഡിഗ്രീസ് ആണ്. ഇപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നു, സൈൻ എ പ്ലസ് ബി എന്ന ഫോമിൽ. സോ വി ക്യാൻ യൂസ് ദ ഫോർമുല സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സോ സൈൻ എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആംഗിൾ 30 ഡിഗ്രി, സൈൻ എ ഇൻറ്റു കോസ് ബി, ബി എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി, പ്ലസ് സൈൻ എ കോസ് ബി പ്ലസ് അടുത്തതാണ് കോസ് എയുടെ പ്ലേസിൽ 30 ഇൻറ്റു സൈൻ ബി, ബിയുടെ പ്ലേസിൽ 45. ഇതെല്ലാം ഡിഗ്രിയിലാണ്, അത് മനസ്സിലുണ്ടായിരിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു, വീണ്ടും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രിക് വാല്യൂസ്, സൈൻ 30 1/2 അറിയണം. ആ വാല്യൂസ് ഇവിടെ കൊടുക്കുക. സൈൻ 30യുടെ വാല്യൂ 1/2 ഇൻറ്റു വാട്ട് ഈസ് കോസ് 45, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു, കോസ് 45 1/√2 പ്ലസ് again what is cos 30, നിങ്ങൾക്കറിയാം cos 30യുടെ വാല്യൂ √3/2 ഇൻറ്റു again sin 45ന്റെ വാല്യൂ 1/√2. നിർബന്ധമായിട്ടും ഈ സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രിക് വാല്യൂസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈക്വൽ ടു, കഴിഞ്ഞു. ഇവിടെ ഡിനോമിനേറ്റർ 2√2, ഇവിടെയും 2√2 അതുപോലെ എഴുതുക. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. 1 into 1 1 പ്ലസ് ഈ സെന്ററിലെ പ്ലസ് √3 into 1 √3. So what is the value of sin 75? 1 plus √3 by 2√2. Okay, another important question. Find value of tan 15 degree. So tan 15 can be written as, നേരത്തെ പറഞ്ഞ അനുസരിച്ച് എന്താണ്, 45 minus 30. 75 വന്നപ്പോൾ 45 plus 30 എഴുതി. ഇവിടെ 45 minus 30 that is equal to എന്താണ്, 15 ഡിഗ്രി. ഇപ്പോൾ ഇത് ഏത് ഫോമിൽ, tan a minus b. എന്താണ് ഫോർമുല, tan a plus b ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഈ പ്ലസ് വന്നിടത്ത് മൈനസും ഈ മൈനസ് വന്നിടത്ത് പ്ലസും ആകുമ്പോൾ tan a minus b യുടെ ഫോർമുല ആവും, നിങ്ങൾക്കറിയാം. സോ പറഞ്ഞോ, tan a minus b ഈക്വൽ ടു tan a മൈനസ് tan b, b എന്ന് പറഞ്ഞാൽ ഇവിടെ 30 ഡിഗ്രി, ഡിവൈഡഡ് ബൈ ഫോർമുല 1 പ്ലസ് tan a എന്ന് പറഞ്ഞാൽ 45 ഇൻറ്റു tan b ദാറ്റ് ഈസ് 30 ഡിഗ്രി അല്ലെ. tan a മൈനസ് b എന്ന സ്റ്റാൻഡേർഡ് ഫോർമുലയിൽ എക്ക് 45, ബിക്ക് എന്ത് കൊടുത്തു, 30 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. വാട്ട് ഈസ് tan 45, ടേബിളിലുണ്ട് 1 മൈനസ് tan 30 നിങ്ങൾക്ക് അറിയണം 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 എന്താണ് 1 into tan 30 that is tan 30 എന്താണ് 1/√3 equal to, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 minus 1 √3 minus 1 by എന്ത് വരും √3
അതുപോലെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 + 1 by √3 ആ √3 ഈ √3 ആയിട്ട് ക്യാൻസൽ ചെയ്തു പോകും. സോ വാട്ട് ഈസ് tan 15 √3 - 1 by √3 + 1. ഇത്രയും എഴുതിയാൽ മതി. പക്ഷേ ചില അവസരങ്ങളിൽ ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതിന്റെ സിംപ്ലിഫിക്കേഷൻ കൂടെ ചെയ്യാം. സോ tan 15 പിടികിട്ടിയായിരുന്നു. ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോം കാണാൻ ഇൻടു ഡിനോമിനേറ്റർ റാഷണലൈസേഷൻ എന്ന് പറയും കേട്ടോ ഈ പ്രോസസ്സിനെ. √3 + 1 അല്ലേ, അതിന്റെ റാഷണലൈസേഷൻ കോൺജുഗേറ്റ് എന്നൊക്കെ പറയും. √3 + 1 ഈ സെന്ററിൽ ഓപ്പോസിറ്റ് സൈൻ വരുന്നിട്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് √3 + 1 അതിന്റെ എന്താണ് സെന്ററിൽ ഓപ്പോസിറ്റ് സൈൻ വരുന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേ സാധനം ഡിവൈഡ് ചെയ്യുക വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി. ഈക്വൽ ടു ന്യൂമറേറ്റർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. √3 × √3 3 √3 - 1 മൈനസ് √3 അടുത്ത -1 √3 മൈനസ് √3 മൈനസും മൈനസും +1 ഡിവൈഡഡ് ബൈ എന്താണ് a + b × a - b s² √3 യുടെ സ്ക്വയർ 3 മൈനസ് b² 1 ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു 3 + 1 4 -√3 -√3 സിംപ്ലിഫൈ ചെയ്താൽ -2√3 by 3 - 1 2. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 2 പുറത്തെടുത്താൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. അല്ലെങ്കിൽ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4/2 എന്താണ് 2 മൈനസ് അടുത്ത് 2 × 2 ക്യാൻസൽ ചെയ്ത് കിട്ടും -√3 2 -√3. ഇത് പഠിയിട്ടായിരുന്നോ? 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. 2 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 പോയാൽ 2 മൈനസ് ഇവിടെ എന്തുണ്ട് √3. സോ tan 15 ഈക്വൽ ടു എന്താണ് 2 -√3 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് വരെ എഴുതണം. ജസ്റ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് tan 15 എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് വരെ എഴുതിയാലും മതി. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സിമിലർലി വി ക്യാൻ ഫൈൻഡ് tan 75 ആൾസോ. ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് sin x + y by sin x - y equal to tan x + tan y by tan x - tan y എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. LHS അതുപോലെ എഴുതി. ഈക്വൽ ടു ന്യൂമറേറ്റർ sin a + b എന്ന ഫോം അല്ലേ, ഫോർമുല അറിയണം. sin a cos b + cos a sin b. എക്കും ബിക്കും പകരം എക്സും വൈയും. അപ്പൊ എന്ത് വരും? sin x × cos y പ്ലസ് തിരിച്ച് cos x × sin y എന്ന് വരും ഡിവൈഡഡ് ബൈ sin x - y. ഇതേ ഫോർമുല സെന്ററിൽ മൈനസ് കൊടുത്താൽ മതി. തൊട്ട് മേലെ എഴുതിയാൽ സെന്ററിൽ മൈനസ് കൊടുത്താൽ ആൻസർ ആയി. സോ sin x × cos y മൈനസ് cos x × sin y എന്ന് എഴുതിക്കൂടെ? എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആയി. ഈക്വൽ ടു ഇവിടെ ഇരിക്കുന്ന ടേം എന്താണ്? sin x × cos y പ്ലസ് cos x × sin y. നമുക്ക് വേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ടാനിന്റെ ടേം ആണ്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ടേം ഡിവൈഡ് ചെയ്യണം. ടാൻ കിട്ടണമെങ്കിൽ sin by cos ടാൻ അല്ലേ, sin x by cos x tan x. അപ്പോൾ ഡിവൈഡിങ് ബൈ cos x × cos y. ഓരോ ടേമിനെയും ഡിവൈഡിങ് ഈച്ച് ടേം ബൈ cos x × cos y. ഓരോ ടേമിനെയും cos x × cos y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് കിട്ടും? ഇവിടെ ഡിവൈഡഡ് ബൈ ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ cos x × cos y cos y പോയി sin x by cos x that is tan x എന്ന് എഴുതാം. പ്ലസ് ഇവിടെയും അതേപോലെ ഡിവൈഡഡ് ബൈ ദിസ് ടേം cos x ക്യാൻസൽ ചെയ്ത് പോയി sin y by cos y that is tan y ഡിവൈഡഡ് ബൈ ഈച്ച് ടേമിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെയും ഡിവൈഡ് ചെയ്യണം ഈ ടേം കൊണ്ട്. അപ്പൊ എന്ത് കിട്ടും? cos y യും cos y ക്യാൻസൽ ചെയ്ത് പോയി sin x by cos x again tan x മൈനസ് ഇത് ബൈ ഇത് cos x ക്യാൻസൽ ചെയ്ത് പോയി sin y by cos y എന്താണ്? tan y എന്ന് കിട്ടും. which is the right hand side. ശരിയാണോ നോക്കുക. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. Question, another important question. Show that cos π/4 plus x plus cos π/4 minus x equal to √2 into cos x എന്ന് പ്രൂവ് ചെയ്യണം. Again ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എഴുതി. ആദ്യത്തെ ടേം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഫോർമുല എന്താണ്? cos a plus b നിങ്ങൾക്കറിയാം. cos a cos b minus sin a sin b. അപ്പൊ എന്ത് കിട്ടും? cos a എന്ന് പറഞ്ഞാൽ π/4 into cos b എന്ന് പറഞ്ഞാൽ x cos a cos b minus sin a sin b എന്ന് പറഞ്ഞാൽ π/4 sin b എന്ന് പറഞ്ഞാൽ x. തീർന്നില്ല. പ്ലസ് അടുത്തെന്താണ്? വീണ്ടും cos a minus b എന്ന ഫോർമുല അല്ലേ, cos a cos b cos π/4 into cos x പ്ലസ് അല്ലേ, മൈനസ് വന്നാൽ സെന്ററിൽ പ്ലസ് വരും cos a cos b പ്ലസ് sin a sin b again sin π/4 into sin x
ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈക്വൽ ടു നിങ്ങൾക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ കോസ് പൈ ബൈ 4 ദാറ്റ് ഈസ് കോസ് 45 അതിന്റെ വാല്യൂ 1/√2 കൊടുത്തു ഇൻറ്റു കോസ് എക്സ് പ്ലസ് അടുത്തെന്താണ് പ്ലസ് അല്ല മൈനസ് അടുത്തെന്താണ് സൈൻ പൈ ബൈ 4 അതിന്റെ വാല്യൂ എന്തിനാണ് 1/√2 ഇൻറ്റു സൈൻ എക്സ്. കഴിഞ്ഞില്ല. എന്തുണ്ട് പ്ലസ് കോസ് പൈ ബൈ 4 1/√2 ഇൻറ്റു കോസ് എക്സ്. കഴിഞ്ഞില്ല. പ്ലസ് സൈൻ പൈ ബൈ 4 1/√2 ഇൻറ്റു സൈൻ എക്സ്. എന്ത് സംഭവിക്കും? മൈനസ് 1/√2 സൈൻ എക്സും പ്ലസ് 1/√2 സൈൻ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു ആൻസറിലേക്ക് എത്തി. 1/√2 കോസ് എക്സും 1/√2 കോസ് എക്സും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1/√2 കോസ് എക്സും 1/√2 കോസ് എക്സും ആഡ് ചെയ്താൽ 2/√2 കോസ് എക്സ് എന്ന് കിട്ടും. എന്താണ് 1/√2 കോസ് എക്സും 1/√2 കോസ് എക്സ് ആഡ് ചെയ്താൽ 2/√2 കോസ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 എഴുതാം. അപ്പോൾ ഒരു √2 ക്യാൻസൽ ചെയ്താൽ √2 ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടും. വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അതല്ലേ റൈറ്റ് ഹാൻഡ് സൈഡ്. ഷോ ദാറ്റ് tan pi by 4 plus x by tan pi by 4 minus x equal to 1 plus tan x the whole square by 1 minus tan x the whole square. ഇത് പ്രൂവ് ചെയ്യണം. അഗൈൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുത്തു. ഈക്വൽ ടു ന്യൂമറേറ്ററിൽ ഏത് ഫോർമുല? tan a plus b. tan a plus b നിങ്ങൾക്കറിയാം. tan a എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം പൈ ബൈ 4 പ്ലസ് tan b എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് x. tan a plus tan b by 1 minus tan a into tan b tan pi by 4 into tan x കിട്ടിയായിരുന്നോ? ഡിവൈഡഡ് ബൈ എഴുതി. ഡിനോമിനേറ്ററിൽ tan a minus b എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ അഗൈൻ tan a എന്ന് പറഞ്ഞാൽ pi by 4 മൈനസ് tan b x ഡിവൈഡഡ് ബൈ tan a minus b tan a minus tan b by 1 plus tan a into tan b tan pi by 4 into tan x. ഇവിടെ a എന്ന് പറഞ്ഞാൽ pi by 4 b എന്ന് പറഞ്ഞാൽ x. ഈ ഫോർമുലയിൽ കൊടുത്താൽ മതി, നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും. which is equal to നിങ്ങൾക്കറിയാം tan 45 ന്റെ വാല്യൂ 1. സോ ന്യൂമറേറ്റർ 1 plus tan x എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ അടുത്ത് ഇവിടെ എന്ത് വരും? 1 minus tan 45 1 into tan x again tan x divided by tan pi by 4 1 minus tan x അതുപോലെ divided by 1 plus again tan 45 1 into tan x എന്താണ്? tan x equal to ആൻസറിലേക്ക് എത്തി. ഇത് ബൈ ഇത് അടുത്തെന്താണ്? ഡിവൈഡഡ് ബൈ ആകുമ്പോൾ ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ ഈ 1 plus tan x അവിടെ പോകും, മേലിൽ പോകും. അപ്പോൾ 1 plus tan x ഉം ഈ 1 plus tan x ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus tan x the whole square എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഈ 1 minus tan x അവിടെ തന്നെയാണ് ഡിനോമിനേറ്ററിൽ. 1 minus tan x into 1 minus tan x that is 1 minus tan x the whole square which is the right hand side. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള റൈറ്റ് ഹാൻഡ് സൈഡ്. നോക്കുക. ഇത്രയും another high secondary question. Show that tan 3x into tan 2x into tan x equal to tan 3x minus tan 2x minus tan x എന്ന് പ്രൂവ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ഓർമ്മിക്കുക. കാരണം ഇതുവരെ നമ്മൾ പ്രൂവ് ചെയ്തതെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ആ വഴി ബുദ്ധിമുട്ടാണ്. ഇവിടെ ആദ്യം ഞാനൊരു അസംഷൻ കൊടുക്കുന്നു. tan ഫസ്റ്റ് ടേം കൺസിഡർ ചെയ്യുക 3x equal to tan 3x എന്ന് പറയുന്നത് 2x plus x എന്ന് എനിക്ക് കൊടുത്തൂടെ? കൊടുക്കാമല്ലോ, സിമ്പിൾ. which is equal to അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് തന്നെയാണ്? tan 3x equal to ഇവിടെ ഇത് ഏത് കൺസിഡർ ചെയ്യുക? ഇത് b എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏത് ഫോർമുല? tan a plus b എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. എന്താണ് tan a plus b? tan a യുടെ പ്ലേസിൽ 2x plus tan b എന്ന് പറഞ്ഞാൽ x tan a plus tan b by 1 minus tan a into tan b that is tan 2x into tan x എന്ന് എഴുതാം. വെരി സിമ്പിൾ. ആ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒറ്റ സ്റ്റെപ്പ് എഴുതാം. tan 3x into 1 that is tan 3x minus
tan 3x into this term, that is tan 3x into tan 2x into tan x. ഇവിടെ കിട്ടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഈ tan 3x കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. tan 3x into 1, that is tan 3x minus ഇത് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ tan 3x into this one അതേപോലെ എഴുതാം. Equal to ഇത് into ഇത് equal to റൈറ്റ് ആൻസർ എന്താണ്? tan 2x ഇത് പ്ലസ് tan x. ശരിയല്ലേ? ആൻസറിലേക്ക് എത്തി. ഇത് ചെറിയൊരു സ്റ്റെപ്പ് ചെയ്താൽ മതി. എന്താണ്? ഈ tan 3x അതുപോലെ അടുത്ത് ഈ പ്ലസ് tan 2x ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ മൈനസ് tan 2x പ്ലസ് tan x ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ മൈനസ് tan x ഈക്വൽ ടു ഇതൊരൊറ്റ ടേം ആണ് അല്ലേ? മൈനസ് tan 3x into tan 2x into tan x. റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് tan 3x into tan 2x into tan x എന്ന് കിട്ടും അല്ലേ? മൈനസ് ഓഫ് ദിസ് ടേം അത് നേരെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. വിച്ച് ഈസ് ദ ഇക്വേഷൻ വി ഹാവ് ടു പ്രൂവ്? ശരിയാണോ? tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഫോർമുല ഈ വർഷം ഉറപ്പായിട്ടും ഇതിനെ യൂസ് ചെയ്ത് ഈ റിസൾട്ട് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്യാൻ കാണും. അടുത്ത വർഷം നമുക്ക് ആവശ്യമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 റിസൾട്ടുകളാണ് പറയാൻ പോകുന്നത്. സം ആൻഡ് ഡിഫറൻസ് ഫോർമുലാസ്. ഫസ്റ്റ് വൺ സൈൻ എ പ്ലസ് സൈൻ ബി. നേരത്തെ സൈൻ ഓഫ് എ പ്ലസ് ബി ആണ് പഠിപ്പിച്ചത്. ഇതല്ല, എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. Similarly, sin A minus sin B 2 cos same angle in a plus B by 2 into sin A minus B by 2. Cos A plus cos B 2 cos A plus B by 2 into cos A minus B by 2. Cos A minus cos B equal to minus 2 sin A plus B by 2 into sin A minus B by 2. നിങ്ങൾ വരണ്ട് കാണും ഇതൊക്കെ എങ്ങനെ പഠിക്കൂ എന്നുള്ളത് അല്ലേ? എളുപ്പ വഴിയുണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ്. ഇതൊന്നും അറിയണ്ട. ഇവിടുത്തെ പ്രത്യേകത നോക്കിയൊക്കെ ആംഗിൾ എ ബി എ പ്ലസ് ബി ബൈ 2 എ മൈനസ് ബി ബൈ 2 എല്ലാ ഫോർമുലയ്ക്കും ഒരുപോലെയാണ്. ഷോർട്ട് കട്ട് നോക്കിക്കോ. എസ് പ്ലസ് എസ് ഈക്വൽ ടു 2sc. എസ് മൈനസ് എസ് തിരിച്ചെഴുതുക 2cs. സി പ്ലസ് സി 2cc. സി മൈനസ് സി മൈനസ് 2ss. ഹിയർ എസ് മീൻസ് സൈൻ, സി എന്താണ്? കോസ്. ഇനി നിങ്ങൾ പറയും എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. ഇവിടെ ഫോർമുല എന്താണ്? ആംഗിൾ എ ബി എ പ്ലസ് ബി ബൈ 2 എ മൈനസ് ബി ബൈ 2. ഇനി റിലേഷൻ ഓർമ്മിച്ചാൽ പോലെ സി പ്ലസ് സി എന്താണ്? 2cc എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. Very simple. C minus C minus 2ss. Cos A minus cos B equal to minus 2 sin A plus B by 2 into sin A minus B by 2. അപ്പോൾ എന്താണ് റിലേഷൻ? S plus S 2sc. S minus S തിരിച്ചിടുക 2cs. C plus C 2cc. C minus C minus 2ss. പാട്ടുപോലെ കാണാതെ പഠിക്കാം. വെരി സിമ്പിൾ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇയറിന് ചോദിച്ചു ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. ഷോ ദാറ്റ് sin 5x plus sin 3x by cos 5x plus cos 3x equal to tan 4x എന്ന് പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് എ, ഇതെന്താണ്? ബി. സൈൻ എ പ്ലസ് സൈൻ ബി നമ്മൾ പഠിച്ചു ഫോർമുല. കോസ് എ പ്ലസ് കോസ് ബി നമുക്കറിയാം. ആ ഫോർമുല സപ്ലൈ ചെയ്താൽ പോരെ? സോ വി ഹാവ് ടു റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഞാൻ എഴുതി ഈക്വൽ ടു ആദ്യത്തെ ഫോർമുല എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബി. ഇത് എ ഇത് ബി. എസ് പ്ലസ് എസ് എന്താണ് ഫോർമുല? എസ് പ്ലസ് എസ് 2sc. 2s means sin. ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി ബൈ 2 ആഡ് ചെയ്യുക, ഡിവൈഡിങ് ബൈ 2. 5x ഉം 3x ഉം കൂട്ടിയാൽ 8x. അതിന്റെ പകുതി 4x. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 5x പ്ലസ് 3x ബൈ 2 അങ്ങനെ ഒന്നും എഴുതണ്ട. ആംഗിൾ ആഡ് ചെയ്യുക. 5x ഉം 3x ഉം ആഡ് ചെയ്താൽ 8x. അതിന്റെ പകുതി 4x. കഴിഞ്ഞു. S പ്ലസ് എസ് എന്താണ്? 2sc. C മീൻസ് കോസ്. നെക്സ്റ്റ് ആംഗിൾ എന്താണ്? എ മൈനസ് ബി ബൈ 2 കുറയ്ക്കുക. 5x ന്ന് 3x കുറച്ചാൽ 2x. അതിന്റെ പകുതി ദാറ്റ് ഈസ് x. 2x ന്റെ പകുതി x. വെരി സിമ്പിൾ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ cos a plus cos b. c plus c. What is c plus c? 2cc. 2c cos
ആദ്യത്തെ ആംഗിൾ a plus b by 2 5x ഉം 3x ഉം 8x അതിന്റെ പകുതി 4x into c 2cc again cos സെക്കൻഡ് ആംഗിൾ നിങ്ങൾക്കറിയാം സബ്ട്രാക്ട് ചെയ്യുക 5x ന്ന് 3x കുറച്ചാൽ 2x അതിന്റെ പകുതി x കഴിഞ്ഞു 2 ക്യാൻസൽ ചെയ്തു cos x ഉം ക്യാൻസൽ ചെയ്തു sin θ by cos θ tan θ here tan ആംഗിൾ എന്താണ് 4x which is the right hand side. Very simple. ആ ഫോർമുല അറിയാമെങ്കിൽ question show that cos 4x plus cos 3x plus cos 2x whole divided by sin 4x plus sin 3x plus sin 2x equal to cot 3x എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുത്തെഴുതി, പക്ഷേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. എന്താണെന്നറിയോ, ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. അതേപോലെ ഡിനോമിനേറ്ററിലും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 4x ഉം 3x ആഡ് ചെയ്താൽ 7x അതിന്റെ പകുതി ഒരു ഫ്രാക്ഷൻ വരുന്നു. നമുക്കിവിടെ ആംഗിൾ 3x ആണ് കിട്ടേണ്ടത്. അപ്പോൾ 4x ഉം 2x ആഡ് ചെയ്താൽ 6x അതിന്റെ പകുതി 3x അല്ലേ. ആ ഒരു ടേം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ c plus c ആദ്യത്തെ രണ്ട് ടേമിൽ ഏത് ഫോർമുല cos a plus cos b നിങ്ങൾക്കറിയാം. c plus c എന്താണ് 2cc 2c means cos a plus b by 2 ആംഗിൾ കൂട്ടുക പകുതി എടുക്കുക 4x ഉം 2x ഉം 6x അതിന്റെ പകുതി 3x 2cc again cos a minus b by 2 4x ന്ന് 2x കുറച്ചാൽ 2x അതിന്റെ പകുതി x കഴിഞ്ഞു. അപ്പോൾ c plus c അപ്ലൈ ചെയ്തു. അവസാനത്തെ ടേം അതുപോലെ എഴുതുക cos 3x whole divided by ഡിനോമിനേറ്ററിലും sin a plus sin b ഈ രണ്ട് ടേമിനും ഫോർമുല അപ്ലൈ ചെയ്യുക s plus s that is 2sc 2s means sin ആദ്യത്തെ ആംഗിൾ കൂട്ടുക പകുതി എടുക്കുക 4x 2x 6x അതിന്റെ പകുതി 3x 2sc cos 2sc c means cos അറിയണം a minus b by 2 ആംഗിൾ കുറയ്ക്കുക 4x ന്ന് 2x കുറച്ചാൽ x 2x അതിന്റെ പകുതി x പ്ലസ് ലാസ്റ്റ് ടേം അതുപോലെ എഴുതുക ഒരു ചെറിയ സ്റ്റെപ്പ് കൂടെ ഈക്വൽ ടു ഈ 2 കൂടെ ക്യാൻസൽ ചെയ്യരുത് കേട്ടോ, സെന്ററിൽ പ്ലസ് ആണ്, അത് പറ്റത്തില്ല. ഈ ടേമിൽ ആരുണ്ട് cos 3x അവിടെയും cos 3x അത് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. cos 3x ഔട്ട്സൈഡ് എടുത്താൽ ഈ ടേമിൽ നിന്ന് ബാക്കി എന്തുണ്ട് ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ എന്തുണ്ട് cos x പ്ലസ് ഇവിടെ cos 3x പോയി കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 sin 3x അല്ലേ, സോറി sin 3x ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്, കോമൺ ആയിട്ട് sin 3x പുറത്തെടുക്കുക ഇൻറ്റു sin 3x പോയാൽ 2 cos x പ്ലസ് അവിടെ sin 3x പോയാൽ 1 ഇത് ഇൻറ്റു ദിസ് വൺ ഇത് ഇൻറ്റു ദിസ് വൺ. സോ മേളിൽ താഴെ ഒരേപോലത്തെ ടേം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. 1 plus 2 cos x ഉം 1 plus 2 cos x ഉം ക്യാൻസൽ ചെയ്തു which is equal to cos theta by sin theta cot theta cos 3x by sin 3x എന്താണ് എഴുതാം cot 3x which is the right hand side. Okay, question show that cos x plus cos y the whole square plus sin x minus sin y the whole square equal to 4 cos square x plus y by 2 എന്ന് പ്രൂവ് ചെയ്യണം. അഗൈൻ അതിനു വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുത്തെഴുതി ഈക്വൽ ടു ആദ്യം ഏത് ഫോർമുല c plus c നിങ്ങൾക്കറിയാം. c plus c എന്ന് പറഞ്ഞാൽ 2cc സോ 2 cos ആംഗിൾ കൂട്ടുക പകുതി എടുക്കുക അപ്പോൾ x plus y ഇവിടുത്തെ ആംഗിൾ x y ആണ് പകുതി എടുത്തു 2cc cos അടുത്ത സബ്ട്രാക്ട് ചെയ്യുക ആംഗിൾസ് then dividing by 2 കഴിഞ്ഞു. ആദ്യത്തെ cos x plus cos y യുടെ സ്ക്വയർ അപ്പോൾ എന്ത് ചെയ്യാം ഇതിന്റെ സ്ക്വയർ ഞാൻ ഒറ്റയടിക്ക് ഇവിടെ 2 സ്ക്വയർ ഇവിടെ എന്തോരും cos സ്ക്വയർ ഇവിടെ എന്തോരും cos സ്ക്വയർ കുഴപ്പമില്ലല്ലോ ഹോൾ സ്ക്വയർ ആണ് ഞാൻ സ്ക്വയർ എഴുതി അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പ്ലസ് ഇവിടെയും s മൈനസ് s എന്താണ് s മൈനസ് s 2c cos ആംഗിൾ ആഡ് ചെയ്യുക then dividing by 2 x plus y by 2 2cs sin ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക ഡിവൈഡിംഗ് ബൈ 2 എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം സ്ക്വയർ ചെയ്യണം. ഓരോ ടേമിനെ സ്ക്വയർ ചെയ്ത് 2 സ്ക്വയർ ഇവിടെ cos സ്ക്വയർ അല്ലെ ഇവിടെ എന്തോരും sin സ്ക്വയർ. വെരി സിമ്പിൾ ഈക്വൽ ടു ഈ ടേമിലും കോമൺ ആയിട്ട് ഒരാളുണ്ട് ഇവിടെയും 2 സ്ക്വയർ അവിടെയും 2 സ്ക്വയർ അതാണ് 4. അടുത്ത് ഇവിടെ cos സ്ക്വയർ x plus y by 2 ഇവിടെയും cos സ്ക്വയർ x plus y by 2 ഉണ്ട് അത് പുറത്തെടുക്കുക. cos സ്ക്വയർ x plus y by 2 ഔട്ട്സൈഡ് ഞാൻ എടുത്തു. ബാക്കി എന്തുണ്ട് 4 cos square x plus y by 2 ഔട്ട്സൈഡ് എടുത്താൽ cos square x minus y by 2 ആണ് ഇവിടെ ബാലൻസ് ഉള്ള ടേം പ്ലസ് 4 cos square x plus y by 2 ഔട്ട്സൈഡ് എടുത്തു ബാക്കിയുള്ളത് sin square x minus y by 2. ഇതിന്റെ വാല്യൂ എന്താണ് നിങ്ങൾക്കറിയാം sin square theta plus
cos square theta ഒരേ ആംഗിൾ equal to 1. അപ്പോൾ ഇതിന്റെ വാല്യൂ 1. So which is equal to 4 cos square x plus y by 2 എന്ന് കിട്ടി. ഇതല്ലേ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. വെരി സിമ്പിൾ. എഴുതി പഠിക്കും. ഒരു 4 ഫോർമുലയാണ്. താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി. +1 വലിയ പ്രാധാന്യമൊന്നുമില്ല. +2 പക്ഷേ ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാൻ ഈ ഫോർമുല നിർബന്ധം നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷേ ഇവിടെ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് ഫോർമുലയെ വളരെ ഈസി ആയിട്ട് പഠിക്കാം. നേരത്തെ പറഞ്ഞ റിലേഷൻ ഓർമ്മയുണ്ടല്ലോ, s + s 2sc s - s 2cs. അത് തിരിച്ചെഴുതുക. അതായത് 2sc = s + s. അടുത്ത് 2cs = s - s. എന്താണ് 2cc = c + c. -2ss = c - c. റിവേഴ്സ് ഓർഡർ എഴുതി. എന്നിട്ട് ആംഗിൾ ആദ്യത്തത് എ ബി. അടുത്തത് എന്താണ്? പ്രോഡക്റ്റ് ഫോർമുല വരുമ്പോൾ a + b then a - b. എന്താണ് പ്രോഡക്റ്റ് ഫോർമുല? 2 sin a × cos b. 2 sin a × cos b = sin a + b plus sin എന്ത് വരും? a - b. ഇതായിരിക്കുന്നു ഫോർമുല. വലിയ പ്രാധാന്യമൊന്നുമില്ല, പറ്റുമെങ്കിൽ പഠിച്ചോ. 2 sin a × cos b = sin a + b plus sin a - b. അതേപോലെ 2 cos a × sin b = ഇത്രയും കാണാതെ പഠിക്കുന്നതിന് പകരം ഈ റിലേഷൻ ഓർമ്മിച്ചാൽ മതി. ഈ റിലേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് പാട്ട് പോലെ അല്ലേ. ഇവിടെ ആംഗിൾ തിരിഞ്ഞു വരും. പ്രോഡക്റ്റ് ഫോം വരുമ്പോൾ ആംഗിൾ a b a + b then എന്ത് വരും? a - b. ഈ ഫോർമുല എപ്പോൾ എങ്ങനെ പറയും? 2 cos a × cos b = cos a + b plus cos a - b എന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ റിലേഷൻ പഠിച്ചാൽ 8 ഫോർമുലയാണ് ഒറ്റ അടിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എന്താണ് റിലേഷൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ ഉപയോഗിക്കും. s + s 2sc s - s 2cs c + c 2cc c + c 2cc c - c -2ss. ഓക്കെ, അതിനെ തിരിച്ചിടുമ്പോഴാണ് പ്രോഡക്റ്റ് ഫോർമുല. താല്പര്യമുള്ളവർ നോക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ട്രിഗണോമെട്രിയുടെ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല, സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ തുടങ്ങിയ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.